മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. മലയാള സിനിമന്റെ ഹാസ്യ സോമ്പാട്ട് നമ്മുടെ കുതിരട്ടൻ പപ്പേട്ടൻ. ഓ, അതൊരു വല്ലാത്തൊരു മുതല. ഈ കുതിരട്ടൻ പപ്പേട്ടനോടൊത്ത് ഞാൻ ജീവിച്ചിട്ടുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ മറക്കൂല. പപ്പേട്ടന് ഒഴിവിട്ടുമ്പോഴൊക്കെ പപ്പേട്ടനെ വിളിക്കൂ, വന്നങ്ങോട്ട് വളരെ അഴിഞ്ഞ പോലെ എന്തെങ്കിലൊരു വിറ്റാരേടാ, നേരെ കുതിരട്ടു പോയി കഴിഞ്ഞ പപ്പേട്ടനോട് ചോദിക്കൂ, എടാ എന്റെ ശബ്ദം ഒന്നും ഉണ്ടാക്കടാ. ഞാൻ എന്റെ പപ്പേട്ടന് ശബ്ദം ഉണ്ടാക്കിക്കോളൂ. അപ്പൊ എന്നോട് പപ്പേട്ടൻ പറയും, എന്ത് മുഖാണ്ടല്ലേ എന്റെ മുഖം ഒരു വീടിയാലും പിന്നെ മുഖ കണ്ണ് ചാക്കിച്ചാണ്ട് ഒച്ചിഞ്ചി സത്യം പറഞ്ഞ അഴിഞ്ഞു പോയ എന്റെ അച്ഛനാരാണ്ടാവാൻ. പക്ഷെ എന്തായാലും പപ്പേട്ടൻ പറഞ്ഞു വന്ന കഥകള്, പപ്പേട്ടനോട് ബന്ധപ്പെട്ട കഥകള്, അതായത് സിനിമയിലും സിനിമ എല്ലാത്തും കുതിരട്ടത്തുള്ള കുറെ ആളുകളുടെ അനുഭവങ്ങളും കഥകളാക്കി പപ്പേട്ടൻ എന്നോട് അവതരിപ്പിച്ചത്, അതിങ്ങനെ കേട്ടിട്ട് ഞാൻ HMVയിലേക്ക് നായി നോക്കി ഇരിക്കുന്നതിന് പപ്പേട്ടന്റെ തൊളയിലേക്ക് നോക്കി. ഇന്ന് നമ്മളോടൊത്ത് പപ്പേട്ടനില്ല. പക്ഷെ പപ്പേട്ടൻ പറഞ്ഞൊരു കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥ. നമ്മുടെ നടൻ അഗസ്ത്യേട്ടൻ, മുമ്പുള്ള അഗസ്ത്യേട്ടൻ, കോഴിക്കോടൻ ശൈലി, പപ്പേട്ടന് ശേഷം മാമുക്കായ്ക്ക് ശേഷം കോഴിക്കോട് ഇട്ടിട്ട് അത് കോഴിക്കോട് ശൈലി ബദറിയ നമ്മുടെ അഗസ്ത്യേട്ടൻ മുമ്പ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പേ ഒരിടത്ത് പപ്പേട്ടൻ ഇങ്ങനെ ഞെട്ടിക്കുന്ന ടൈമില് ഒരു ചാൻസ് ചോദിച്ചു വന്ന്, എന്ത് സിനിമയിലേക്കല്ല എന്തെങ്കിലും പഠിക്കാൻ. അങ്ങനെ ഒരു ദിവസം പപ്പേട്ടന്റെ വീട്ടിലേക്ക് ചാൻസ് ചോദിച്ചു വന്ന്. ഇന്ന് നമ്മളോട് ആ വിശ്വരൂപം, അതായത് നമ്മുടെ കുതിരട്ടൻ പപ്പേട്ടൻ നമ്മുടെ കൂടെ ഇല്ല. പപ്പേട്ടന്റെ ശബ്ദം അനുകരിക്കും ഞാനും കുതിരട്ടൻ പപ്പേട്ടന്റെ വീട്ടിൽ നമ്മുടെ നടൻ മുമ്പിളാഴ്ചയാണ്. ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടാറടക്കിയത്? ഞാൻ പപ്പേട്ടനൊന്ന് കാണാൻ വേണ്ടിട്ട് പപ്പേട്ട കണ്ടപോലെ എന്നെ നേരിട്ട് കാണാൻ കണക്ക് എന്നെ നേരിട്ട് കണ്ടല്ലോ, ഞാനെന്ന് വിട്ടെടുത്തോ പോലെ ഫേമസ് അല്ലേ പോലെ ഞാൻ. പപ്പേട്ട എനിക്കൊരു സഹായം ചെയ്യണം. എന്ത്? അല്ല പപ്പേട്ട, എനിക്കൊരു പണി എന്തെങ്കിലും ഒന്ന്. പറഞ്ഞു എന്നോട് ഏതാ പറഞ്ഞ ഞാൻ പണി ഉണ്ടാക്കി തരുന്നു. പപ്പേട്ട ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള ആളാണ്. അങ്ങനെ വെച്ചാൽ കുതിരട്ടൻ പപ്പ് കുതിരട്ടം നടണ്ടല്ലോ, ഹെൽപ്പ് ലൈൻ കുതിരട്ടൻ പപ്പ് നട്ടാ ഇതിനെ പറ്റിക്കറിഞ്ഞല്ല. അല്ല പപ്പേട്ട, ഞാൻ പണ്ട് കാലം പോലെ ഇവിടെ വരുന്നു പപ്പേട്ട. ഉണ്ടാവും, എന്റെ മോന്ത കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കി എനിക്ക് പണ്ടേ ഭാഗത്തൊക്കെ ചുറ്റി കറങ്ങേണ്ടത്. ഞാൻ ഇവിടെ അടുത്ത പപ്പേട്ട പൊറ്റപ്പല. ദൂരത്താണല്ലേ. എന്താ എന്റെ ആവശ്യം? ഒരു പണി എന്തെങ്കിലും. അതെ മോനെ, പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫേമസ് ഒന്നും എനിക്കറിയാലോ അല്ലേ. അപ്പൊ എന്ത് പണി കണക്കാക്കി തരും? ഈ തണ്ടും തടിയും വെച്ച് എനിക്ക് എന്ത് വെല്ലുങ്ങാടിലാക്കി അല്ല, വെല്ലുങ്ങാടിൽ അരിന്റെ ചാക്ക ഇറക്കുന്നേ അതല്ല പറ്റില്ല. ഈ സിനിമയിൽ കയറണം എന്നാണ് ആഗ്രഹം. സിനിമ കയറുമല്ലോ എല്ലാരും, കയറിയവർക്ക് തന്നെ അവസരമില്ല ഇപ്പൊ. എന്റെ ഒരു ക്യാരക്ടർ അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഞാൻ സിനിമയിൽ കയറിയാല് ഭയങ്കര ഇതാവുന്നു. അന്നെ നശിപ്പിക്കുന്ന എല്ലാരും പറയും അന്നെ മൊയന്താക്കി വിടാൻ വേണ്ടി അതിൽ കയറിയാൽ മതി, പിന്നെ ഓർക്ക് ഉദരവ് ഉണ്ടാവില്ല. അല്ല അപ്പോൾ അങ്ങനെയല്ല, ആത്മാർത്ഥ കീപ്പ് ചെയ്യുന്ന ആളാ. അല്ല, സ്നേഹിതന്മാർ, അങ്ങനത്തെ സ്നേഹിതന്മാരാ പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെക്ക് പോയി. ഈ മൊയന്തൊന്നല്ലേ? അല്ല മോനെ, ഈ ബോംബെയിൽ എങ്ങനെ പോയി? ബോംബെയിലുള്ള വലിയൊരു കഥയോ പെട്ട? എപ്പോഴും എനിക്ക് കഥയാ. അല്ല പെട്ട, ഇതെന്താ അറിയോ, ഇങ്ങനെ ഞാൻ വെറുതെ നടക്കുന്നത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ തിരിയണ്ട. അതിന്റെ വൈഫിന്റെ അനിയത്തി. വൈഫില്ല? വൈഫുണ്ട്. അല്ലടോ, ഇപ്പൊ എന്ത് ക്യാരക്ടറാ? അല്ല, മൂപ്പത്തിയാണ് എല്ലാം. വൈഫുണ്ട്, വൈഫിന്റെ അനിയത്തി. വൈഫിന്റെ അനിയത്തി ഒരു ഹെൽപ്ഫുള്ളാണ്. ഹെൽപ്ഫുൾ. അപ്പൊ എന്നോട് അപ്പൊ വൈഫിന്റെ അനിയത്തി പറഞ്ഞ്, നിങ്ങൾ പിന്നെ ബോംബെക്ക് പോയിക്കോളി, ഞാൻ വിളിച്ചു പറഞ്ഞ് അവിടെ തൽക്കാലത്തേക്ക് ഒരു പണി ശരിയാക്കാന്ന്. അങ്ങനെ പോയി ബോംബെക്ക്. അപ്പോ അവിടെ ഒരു സേട്ടുവിന്റെ അവിടെ പണി ശരിയായി. ഓ, വലിയ ഉപകാരം മോനെ. സേട്ടിന്റെ അവിടെ എന്തായിരുന്നു പണി? എനിക്ക് ഡ്രൈവർ പണിയായിരുന്നു. അല്ല, ജീനെ കയറ്റുക. എന്നോട് ഒരു ജോലിയില്ല, മറ്റില്ല, അതില്ല. ഞാൻ ബോംബെ പോയി കിടന്ന് പറഞ്ഞു വന്ന് ഇപ്പൊ പറഞ്ഞു ഡ്രൈവിംഗ് വരുമെന്ന്. അനക്ക് നേരത്തെ പറഞ്ഞ് എന്ത് ഡ്രൈവർ ആയിക്കോളൂ. ലൈസൻസ് ഇല്ല പെട്ട എനിക്ക്. ലൈസൻസ് എനിക്കും ഇല്ലല്ലോ. അപ്പോ വൈഫിന്റെ അനിയത്തി പറഞ്ഞു സേട്ടുവിന്റെ അവിടെ. സേട്ടുവിന്റെ വൈഫിന്റെ അനിയത്തിക്ക് പരിചയമില്ല. മൊയ്തീൻക്ക് ഒരിക്കലും പൊന്നാനി പോയി. ഹോട്ടലുണ്ട്.
ബിൽഡിംഗ് ഉണ്ട്. വൈഫിന്റെ അനിയത്തിയായിട്ട് നല്ല അത് ഇനി പറയണ്ട. ഈ വൈഫിന്റെ അനിയത്തി എന്നുള്ള പറയണ്ട. ബ്രദർ സിസ്റ്റർ മാതിരിയാ അവരൊരു. അല്ല, എൻ്റെ ജോലി എനിക്ക് ഏകദേശം മനസ്സിലായിക്കട്ടെ. അപ്പോൾ വൈഫിന്റെ അനിയത്തി പറഞ്ഞ് അവിടെ സേട്ടുവിന്റെ അവിടെ ജോലിയായി. അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ. അവിടെ നല്ലത്, എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. അവിടെ എന്തായിരുന്നു പണി? ഡ്രൈവർ. അപ്പോൾ സേട്ടുവിന്റെ പിന്നെ വൈഫിന് ഡ്രൈവിങ് അറിയില്ലായിരുന്നു. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. ഈ ചെല്ലുന്നിടത്തൊക്കെ കുളങ്ങളുണ്ട്. ഒക്കെ ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെന്താ അവിടുന്ന് പോരാൻ കാരണം? തെറ്റിദ്ധാരണയായിരുന്നു. അപ്പോട്ടോ ആർക്കും ഓൾക്കോ? ഓക്കല്ല, അവളെ ഭർത്താവിന് സേട്ടുവിന്. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടി എന്ത് തെറ്റിദ്ധാരണയോ? മനുഷ്യന്റെ മനസ്സല്ലേ. ഒന്നാമത് ഇന്ത്യക്കാരൊരു വല്ലാത്ത മനസ്സാവും. ഇന്ത്യക്കാർ ഇന്ത്യയിലെ വർത്തമാനം പോലെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ ഇതല്ലേ ഓരോടിങ്ങനെ ഓരോട് സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്യും ഈ സേട്ടുത്തി. എൻ്റെ ബന്ധയ്ക്ക് മനസ്സിലാവുന്നത് കാരണം ഭാര്യ വൈഫിൻ്റെ അനിയത്തി ഇങ്ങനത്തെ ഒരു ബന്ധത്തിലാണ് ഞാൻ എൻ്റെ പേര്. അതുകൊണ്ടല്ലോ പേട്ടാ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതായിട്ട് അപ്പോൾ ഞാൻ ഗുരുസ്ഥാനത്താണല്ലോ ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ ആകുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഭക്ഷണമൊക്കെ എടുത്തു തരുക. സേട്ടു ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളൂ. എനിക്ക് എടുത്തു തരൂ. സേട്ടു ഓരിങ്ങനെ എടുത്തു തരൂ. ഒരു ഗുരുസ്ഥാനത്തുള്ള നിഷ്കളങ്കത. അതെ, പറഞ്ഞു മോനെ. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു, വിശ്വസ്തനായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അപ്പൊ സേട്ടൂന് ഇങ്ങനെ ഒരു ഡൗട്ടുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഈ സേട്ടുത്തിയായിട്ട് ഇങ്ങനെ ഭക്ഷണം എടുത്തു തരുന്നതിന്റെ ഒരു ഡൗട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം സേട്ടു ഡൽഹിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ട് കൊണ്ടുപോയി വിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്ന് രാത്രി 11:50 തിരിച്ചെത്തുമ്പോ രാത്രി. അപ്പൊ ഇവരൊറ്റയ്ക്കല്ലേ ഉള്ളത്, സേട്ടുവിന്റെ വൈഫ്. മൂപ്പര് ഡൽഹിക്ക് പോയതല്ലേ. അപ്പൊ എനിക്ക് ഒരു ടെൻഷൻ. നമ്മളൊക്കെ ഒരു ചോറ് തരുന്നവരല്ലേ, ചോറ് മറക്കരുത്. അതാ പെട്ട. അപ്പൊ ഞാൻ വിചാരിച്ച് പുറത്ത് ഇറങ്ങിട്ട് പാവം അവരൊറ്റയ്ക്കല്ലേ, സ്വത്തും മുതലുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഞാൻ അവരെ ബെഡ്റൂമിൽ കിടക്കാൻ വിചാരിച്ച് എന്നിട്ട് ഞാൻ സേട്ടുവിന്റെ അവിടെ റൂമിൽ കിടന്നു. എല്ലാം മോനെ യാത്ര പറയാനല്ലേ പോയത്? യാത്ര പറയാനാണെങ്കിൽ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല പെട്ട. സേട്ടു പിന്നെ വന്നിരുന്നു അവിടെ? സേട്ടു ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പറഞ്ഞു വന്നു. എത്ര മണിയായി? 2 മണിയായി. നേരെ എനിക്ക് എന്ത് യാത്ര പറയല്? യാത്ര പറയല്ലായിരുന്നു. ഓ, ദീർഘയാത്രയായിരിക്കും. പറഞ്ഞു സേട്ടു പോയിക്കോന്ന് പറഞ്ഞു. അവിടുന്ന് പോന്നു. നേരെ കോഴിക്കോട്ട് പോന്ന? കോഴിക്കോട്ടേക്ക് പോന്നില്ല, ഗോവയ്ക്ക് പോയി. ഈ എവിടെയൊക്കെയാണ്ടോ സഞ്ചരിക്കുന്നത്? ബോംബെന്ന് പോയി ഗോവയിലേക്ക്. ഗോവയിലെ കാര്യം കൊണ്ട് തന്നെ വൈഫിന്റെ അനിയത്തി വിളിച്ചു. ഓള് നല്ല എസ്റ്റീഡ് ബൂത്താണല്ലോ അല്ലേ? നല്ല എല്ലാ കണക്ഷനാവും. ഇന്റർനെറ്റാണ് ശ്രദ്ധിക്കണേ. അപ്പൊ ഓള് നേരെ ഗോവയിലേക്ക് വരാൻ പറഞ്ഞു. ഇത് എവിടെ ചെന്ന്? ഗോവയിൽ ചെന്ന് ഉസ്മാൻ ഖാന്റെ ഒരു പെങ്ങളെ മോണ്ടായിരുന്നു റൌഫ്. ചെക്കനാ? നല്ല സ്വഭാവമുള്ളൊരു ചെക്കനാ. ഈ കട്ടൻ കാപ്പിനാളാ? അങ്ങനെ ഞാൻ അവിടെ നിന്ന്. അത് പിന്നെ ഇങ്ങനത്തെ പണിയൊന്നുമല്ല, ഭയങ്കര വിശ്വസ്തമായിട്ടുള്ളൊരു വിശ്വസ്തന്റെ ഇതുള്ള പണിയാ. ബാങ്കിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക എടുക്കുക, എന്നിട്ട് കമ്പനി കൊണ്ടുപോയി കൊടുക്കുക, കമ്പനിയിൽ നിന്നുള്ള പൈസ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കുക, പിന്നെ വേറെ പൈസ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി മുതലാളിയുടെ വീട്ടിൽ കൊടുക്കുക. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഭയങ്കര ഇതായിട്ട് നിൽക്കായിരുന്നു. ആയിക്കോട്ടെ, പിന്നെ അവിടുന്ന് എന്തിനാ പോകുന്നത്? അതൊരു വലിയ കഥയാവപ്പെട്ട. എപ്പോഴും നീണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ദിവസം ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഒരു 30 ലക്ഷം ഉറുപ്പ്യ. 30 ലക്ഷം എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. 25 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം. പൈസ ഉണ്ടെങ്കിൽ ഇട്ടുകൂടെ എനിക്ക്. എന്താ പറഞ്ഞ ആരാൻ്റെ പൈസയല്ലേ ഇട്ടോ. അങ്ങനെ പൈസ എടുത്ത് വരുമ്പോൾ ഹർത്താൽ. 30 ലക്ഷം ഇട്ട് വരുമ്പോൾ അപ്പം കമ്പനിയൊക്കെ പൂട്ടി. അപ്പൊ ഞാൻ വൈഫിന്റെ അനിയത്തിനെ വിളിച്ചു. അല്ല, ഓള് അവിടെ തന്നെ പൂത്ത് നടത്താനല്ല, ഇങ്ങനെ വിളിച്ചെടുക്കാൻ. അപ്പോ ഞാൻ എന്താ ഏട്ടാന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെയാണ് ഏട്ടൻ കുടുങ്ങി നിൽക്കുകയാണ്, ഇങ്ങനെ പൈസ ആയിട്ടൊരു കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ ആരാന്റെ പൈസയല്ലേ, അതുമായിട്ട് അവിടെ ഇവിടെ ഒന്നും തിരിഞ്ഞു കളിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോരിയിരുന്നു. എങ്ങോട്ട് പോയി? കോഴിക്കോട്ടേക്ക്. എല്ലാവരും മോയന്റെ 30 ലക്ഷമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ പൈസ വിടറോ? പൈസ ഞാൻ ഓളടുത്ത് തന്നെ അപ്പൊ തന്നെ വന്ന ഉടനെ ഏൽപ്പിച്ചു. ഓ എന്റെ പണ്ടാര പഹയ. എല്ലാവരും ആ 30 ലക്ഷം എടുത്തിട്ട് ഓളെവിടെ? ഓളിപ്പോ ബോംബെയിലാ ഉസ്മാൻ ഖാന്റെ കൂടെ. ആണോ? അനക്ക് ഇപ്പൊ എന്താ വേണ്ടത്?
എന്തെങ്കിലും ഒരു പണി ശരിയായി തരാം. നടക്കണ പോലെ പുറത്ത്